ഇതിൽ മലയാളി, തമിഴൻ, ഒഡീഷ, ആന്ധ്രാക്കാരൻ അങ്ങനെയൊന്നും ഞാൻ എന്തായാലും കണക്കാക്കുന്നില്ല. 46 ഇന്ത്യക്കാരുടെ ജീവനാണ് അവിടെ പൊലിഞ്ഞത് എന്നുള്ള ഒരു ലാർജർ പെർസ്പെക്റ്റീവിൽ വേണം നമ്മൾ ഈ സംഭവത്തെ കാണാൻ. മാത്രമല്ല, ഒരു സർക്കാർ അധികാരം ഏറ്റെടുത്ത് അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഫസ്റ്റ് അസൈൻമെൻ്റ് ആയിട്ടാണ് വിദേശകാര്യ സഹമന്ത്രി അവിടെ പോകുന്നത്. അപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് അവിടെ പോവുകയായിരുന്നെങ്കിൽ നല്ലത്. പക്ഷേ പോകാതിരുന്നത് കൊണ്ട് അവിടെ കുറവുണ്ടാകും എന്ന രീതിയിലുള്ള വിലയിരുത്തലിനോട് ഞാൻ യോജിക്കുന്നില്ല. അതിന് കാരണം ഇന്ന് രാവിലെ അവിടെ എത്തിയപ്പോൾ മുതൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി അവിടെ ചെയ്ത കാര്യങ്ങൾ എന്താണ് എന്നതുകൂടി നോക്കണം. ഈ പറയുന്ന ആശുപത്രികളിൽ പോയി ആളുകളെ കാണുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇതിനകം തന്നെ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യം അദ്ദേഹം പോയത് ഇന്ന് ഉച്ചയോടുകൂടി അവിടെ എത്തിയ ഉടൻ തന്നെ ആദ്യം പോയത് ജാബർ ഹോസ്പിറ്റലിലേക്കാണ്. അവിടെയാണ് മലയാളികളടക്കം കഴിയുന്നത്. അവിടെ പോയി അവിടെ ഈ പറയുന്ന പരിക്കേറ്റ ആളുകൾ 6 പേരെയാണ് അവിടെ പരിക്കേറ്റ നിലയിൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കണ്ട ആളുകളുടെ ചിത്രങ്ങളടക്കം അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുകയാണ്. അൽ കബീർ ആശുപത്രിയിൽ 7 പേരാണ് പരിക്കേറ്റ് കഴിയുന്നത്. ഈ പരിക്കേറ്റ് 30ഓളം പേർ 4 ആശുപത്രികളിലായി കഴിയുകയാണ്. അപ്പോൾ ഇവരെ എല്ലാവരെയും പോയി ഈ വിദേശകാര്യ സഹമന്ത്രി കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ആശുപത്രി അധികൃതരോട് സ്പെഷ്യൽ കെയർ കൊടുക്കണം എന്നുള്ളത് കൃത്യമായി നിർദ്ദേശിക്കുകയാണ്. അതായത് ഒരു രാജ്യത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് അവിടെ പോകുന്നത്. ഒരു സംസ്ഥാനത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് പോകുന്നതിനേക്കാളും എത്രയോ വാല്യൂ ഉണ്ടാകും ആ സന്ദർശനത്തിന് എന്നതുകൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ ഹിസ് എക്സലൻസി അബ്ദുള്ള അലി അൽ യഹിയെ ആയി കൂടിക്കാഴ്ച നടത്തുന്നു. അതുപോലെ തന്നെ അമീറുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്നു. ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററെ കാണുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലേറ്റസ്റ്റായി ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അതായത് ഇവരുടെ ഹെൽത്ത് വൈസ് ഉള്ള മോണിറ്ററിംഗ് കൃത്യമാണോ എന്നത് ഉറപ്പാക്കുകയും അത് ഇന്ത്യയെ അറിയിക്കുകയും ചെയ്യണം എന്നുള്ള കാര്യമാണ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ മംഗഫിലെ തീപിടുത്തത്തിൽ പൊള്ളലേറ്റ് അല്ലെങ്കിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഇന്ത്യക്കാരുടെ, അതിൽ മലയാളികളാണ്, പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും മലയാളികളാണ്, മരിച്ചവരിൽ ഭൂരിഭാഗവും മലയാളികളാണ്. അപ്പോൾ മലയാളി, തമിഴൻ എന്ന് പറഞ്ഞ് വേർതിരിച്ചല്ല, അവിടെ ഈ അപകടത്തിൽപ്പെട്ട എല്ലാ ഇന്ത്യക്കാർക്കും ഒരേപോലെയുള്ള ഈക്വൽ ട്രീറ്റ്മെൻ്റ് ആണ് അവിടെ കേന്ദ്ര സർക്കാർ ഉറപ്പാക്കിയിരിക്കുന്നത്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി തന്നെ നേരിട്ട് അവിടെ തുടരുകയാണ്. ഈ മൃതദേഹം അവിടെ നിന്ന് കയറ്റി അയക്കുന്നതിന് ഉള്ള ക്രമീകരണങ്ങളെല്ലാം നേരിട്ട് നോക്കി അതിന് ഏകോപനം നിർവഹിക്കാനാണ് അങ്ങനെ ഒരാളെ എവിടേക്ക് വിട്ടിരിക്കുന്നത്. അപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ തടഞ്ഞു, അതുകൊണ്ട് മലയാളികളോടുള്ള അവഗണനയാണ് എന്ന് ഈ വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തരുത് എന്നുള്ളതാണ് എനിക്ക് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് പറയാനുള്ളത്. ഇനിയിപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കലർത്തുന്നു എന്നുള്ള പതിവ് പല്ലവിയിലേക്ക് പോകരുത്. കാരണം ഇതൊരു ട്രാജിക് ഇൻസിഡൻ്റ് ആണ്. അതിൽ എന്താണോ ആദ്യം ചെയ്യേണ്ടത് അതാണ് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയെ ഓൾ ഓഫ് എ സഡൻ അവിടേക്ക് റിവ്യൂ മീറ്റിംഗ് വിളിക്കുകയും അങ്ങോട്ട് വിടുകയുമാണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ കേരളത്തിൽ നിന്ന് ആരോഗ്യമന്ത്രി അങ്ങോട്ട് വിട്ടില്ല എന്നതൊക്കെ ഒരു പെറ്റിനെസ്. അങ്ങനെയല്ല, നമ്മളൊരു ലാർജർ പെർസ്പെക്റ്റീവിൽ തന്നെ അത് കാണണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. ആവശ്യമായ എല്ലാ അസിസ്റ്റൻസും അവിടെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ അപകടത്തിൻ്റെ കാരണം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെയൊരു ദുരനുഭവം ഉണ്ടായത്? അത്രയും 24 മലയാളികൾ മരിച്ചു എന്നതിനപ്പുറം 24 കുടുംബങ്ങൾ ഇല്ലാതാകുന്നു, അവരുടെ ആശ്രയം ഇല്ലാതാകുന്നു എന്നതുകൂടി നമ്മൾ കാണണം. അതിനുള്ള മെഷേഴ്സ് എടുക്കുകയും അതോടൊപ്പം ആ കമ്പനിയിൽ നിന്ന് ഈ കുടുംബങ്ങൾക്ക്, അതായത് ആശ്രിതർക്കുള്ള നിയമനമടക്കം ഉറപ്പാക്കണമെങ്കിൽ അതിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടാലാണ് അത് നടക്കുക. അത് ഉറപ്പാക്കാനാണ്, അതായത് ഈ കമ്പനിയുടെ, മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് സ്പോൺസർ, അവിടുത്തെ സ്വദേശിയായ ആളാണ്. ഇവരിൽ നിന്ന് കൃത്യമായി ആ കുടുംബങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം, അതോടൊപ്പം ആശ്രിത നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ ഉറപ്പുവരുത്താൻ ഇവിടെ നിന്ന് പോകുന്ന ആരോഗ്യമന്ത്രിയെക്കാളും കേന്ദ്ര സർക്കാരിന്, കേന്ദ്രത്തിൻ്റെ പ്രതിനിധിക്കാണ് കഴിയുക എന്നുള്ള ഒരു വസ്തുത കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ അഭിപ്രായം. ആരോഗ്യമന്ത്രി പോവുകയായിരുന്നെങ്കിൽ നല്ലതാണ്. കാരണം ഒരു മലയാളിയായ ഒരു വ്യക്തിക്ക് അവിടെ ചെന്ന ഒരു മലയാളി കുടുംബത്തെ കാണുന്നതും ഒരു മലയാളി അല്ലാത്ത ഒരു കേന്ദ്ര സഹമന്ത്രി സംസാരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകും. ഓഫ് കോഴ്സ് വീണ ജോർജിന് പോകാമായിരുന്നു. പക്ഷേ വീണ ജോർജ് പോകാത്തത് കൊണ്ട് അവിടെ എല്ലാം ശരിയായില്ല എന്നൊരു അഭിപ്രായം എനിക്കില്ല. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വൃത്തിയായി കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. Meet the editors.